അങ്ങനെ രാവിലെ തന്നെ കടയെത്തി കുറച്ച് ബില്ലൊക്കെ അടിക്കാനായിരുന്നു, ബില്ലൊക്കെ അടിച്ചുട്ടാ. പിന്നെ കുറച്ച് ടിക്കറ്റ് പിരിക്കാനായിരുന്നു, ടിക്കറ്റ് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് അടുത്തൊരു ഓർഡർ ഇട്ടത് നമ്മുടെ കടൻ്റെ അടുത്തുള്ള ജിയോജിന്റെ ഓഫീസിലായിരുന്നു. അങ്ങനെ ആ പേപ്പർ അവിടെ കൊണ്ട് കൊടുത്തു. അങ്ങനെ വന്ന് കടയെത്തിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും ബിന്ദാസും ഉണ്ടായിരുന്നു, അങ്ങനെ അതും കഴിച്ചു. പിന്നെ നമുക്ക് അടുത്തൊരു ഓർഡർ ഇട്ടത് നെമ്മാറയ്ക്കാണ്. അങ്ങനെ പേപ്പർ കൊടുത്ത് നെമ്മാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ട് സൈഡും കാഴ്ചയും കണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ചുറ്റും പച്ച പരവതാനി വിരിച്ച പോലെ പാടം, ആ പാടത്തിന്റെ നടുക്കൊരു കിണർ, ആ കിണറിനെ ചുറ്റും തെങ്ങ്. ആ ഒരു സ്ഥലം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ അവിടെ പേപ്പറും കൊടുത്ത് കടയ്ക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓട്ടുന്നത് ഒറ്റയ്ക്കായത് കൊണ്ട് തന്നെ പല ചിന്തകളും ആ മരങ്ങളെ പോലെ മൈഡിനകത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ വിശന്നിട്ടാണോന്ന് അറിയില്ല. എന്തായാലും നേരെ പോയത് പാലക്കാടുള്ള ദേവികൃപ ഹോട്ടലിലേക്കായിരുന്നു. അവിടെ പോയപ്പോൾ നല്ലൊരു ഉച്ചയൂണ് കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് കടയിൽ വന്നൊരു അമൂലിൻ്റെ ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ വേറൊരു 5 ബോക്സിൻ്റെ ഓർഡറും കൂടി കിട്ടിയത് പാലക്കാട് വെണ്ണക്കരയ്ക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഈ 2-3 ഓർഡറൊന്നുമല്ല, 6-7 ഓർഡറൊക്കെ കിട്ടാറുള്ളൂ. അത് നമുക്ക് എല്ലാം കൂടി ഈ ഒരു വീഡിയോക്കകത്ത് തയ്ക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ കടയിൽ വന്ന് നോക്കുമ്പോഴാണ് മുന്തിരി ഉണ്ടായിരുന്നു, ആ മുന്തിരിയും കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കണക്ക് ക്ലോസ് ചെയ്തു. കണക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം നേരെ പോയത് വീട്ടിൽ കേട്ടാ. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു.